ശ്രീ സെബാസ്റ്റ്യൻ പോൾ, നമുക്കറിയാം ഒരു രാജ്യം ഒരു നിയമം, അതാണ് എപ്പോഴും ഒരു ജനാധിപത്യ രാജ്യത്തിന് അഭികാമ്യമായ കാര്യം. ഇവിടെ മതപരമായ പല അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയുടെ കീഴിൽ രാജ്യത്തെ നിയമങ്ങളെല്ലാം കൊണ്ടുവരണം. ഒരേ തരത്തിലുള്ള നിയമ സംഹിത, നിയമനിർമ്മാണമൊക്കെ എല്ലാവർക്കും സമത്വത്തോടുകൂടി തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഉതകുന്ന കാര്യം. ഇവിടെ നമുക്കറിയാം, പ്രീണന രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും ഈ മുനമ്പം വിഷയത്തിലടക്കം ഇടത് വലത് മുന്നണികൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്ക ജനങ്ങൾക്ക് നിലനിൽക്കുമ്പോൾ പോലും ഇതിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ച് ഭയമാണ്. എന്തായാലും അവർ നിയമസഭയിലടക്കം വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസാക്കുന്നു. നാളെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമമടക്കം ചർച്ചയിൽ വരികയും അത് അവതരിപ്പിക്കുകയും ചെയ്യാനിരിക്കുന്ന ഈ വേളയിൽ ഒരു ഏക നിയമം, ഒരു രാജ്യം ഒരു നിയമം, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ തന്നെയല്ലേ താങ്കളും കാണുന്നത് ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക്? അല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങി നമ്മൾ ഒറ്റ എന്നുള്ള പ്രയോഗം പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ അതിനോടൊന്നും യോജിക്കാത്ത ആളുമാണ്. വൈവിധ്യത്തെ നമ്മളെപ്പോഴും അംഗീകരിക്കണം. പക്ഷെ നിയമം എന്ന് പറയുന്നത് അതിന് വ്യക്തത വേണം, ക്ലാരിറ്റി വേണം, സർട്ടൻറ്റി, നിശ്ചിതമായ നിയമമായിരിക്കണം. ഈ രാജ്യത്ത് ഈ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും വ്യക്തികൾക്കും ബാധകമാകുന്ന ഒരു നിയമം തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ്, അത് ഭരണഘടനയുടെ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തത്വത്തിൽ ഞാൻ അംഗീകരിക്കുന്നത്. അത് ഏത് രൂപത്തിൽ വരും, പ്രായോഗികമാകുമ്പോൾ, നിയമം തയ്യാറാക്കുമ്പോൾ നമുക്ക് പല അഭിപ്രായവും പറയേണ്ടി വന്നേക്കാം. പക്ഷെ അത് അത്തരത്തിലൊരു നിയമം, ഇപ്പോൾ ഭൂമിയെ സംബന്ധിച്ചുണ്ടാകുന്ന അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ആകെ, നമ്മുടെ സാമൂഹിക ക്രമത്തെ ആകെ ബാധിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. അവിടെയൊക്കെയാണ് ഓരോ മതവിഭാഗവും അവർക്ക് ബാധകമാകുന്ന നിയമം, ക്രിസ്ത്യാനി കാനൺ നിയമം നടപ്പാക്കണമെന്ന് പറയുക, മുസ്ലിം വഖഫ് നിയമം നടപ്പാക്കണമെന്ന് പറയുക, ഹിന്ദുക്കൾക്ക് മറ്റു നിയമം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കണമെന്ന് പറയുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമായിട്ടല്ല. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ വസ്തു കൈമാറ്റത്തിൽ, വിൽപ്പനയിൽ ഇടപെടാറുണ്ട്, അവർ അതിൻ്റെ ഭാഗമാക്കാറുണ്ട്. ഇന്ന് മുസ്ലിമിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ക്രിസ്ത്യാനി വാങ്ങിയെന്നിരിക്കും, ഇന്ന് ക്രിസ്ത്യാനിയുടെ കയ്യിലിരിക്കുന്ന ഭൂമി നാളെ ഹിന്ദു വാങ്ങിയെന്നിരിക്കും. അപ്പോഴൊക്കെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ വ്യക്തി നിയമങ്ങൾക്ക് അനുസൃതമായി അനിശ്ചിതമായ അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് വലിയ തോതിലുള്ള അപകടത്തിന് കാരണമാകും. തീർച്ചയായും ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് സെബാസ്റ്റ്യൻ പോൾ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് നിലപാടുകൾ, അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാടായി ഇതിനെ ഞങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. കാരണം ഒന്ന്, ഇടത് വലത് മുന്നണികൾ നിയമസഭയിൽ വഖഫ് ഭേദഗതിക്കെതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കുമ്പോഴും അതൊക്കെ രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ്. പക്ഷേ പാർലമെന്റിൽ ഭേദഗതി വരട്ടെ എന്നുള്ള കൃത്യമായ നിരീക്ഷണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നടത്തുന്നു. അതേപോലെ തന്നെ ഏക സിവിൽ കോഡ് വന്നാൽ മാത്രമേ, ഇത്തരത്തിൽ മതപരമായ നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ബാധകമായ നിയമം ക്രിസ്ത്യാനിക്ക് ഭീഷണിയാവുന്നു, ക്രിസ്ത്യാനിക്ക് ഇഷ്ടപ്പെട്ട നിയമം ഹിന്ദുവിന് ഭീഷണിയാകുന്നു, ഹിന്ദുവിന് മാത്രമുള്ള നിയമം മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാകുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ഒരു നിയമം വരുന്നതിന് അദ്ദേഹം എതിരുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അങ്ങ് ഈ സിവിൽ കോഡിൻ്റെ ആവശ്യകത, അങ്ങ് നിയമപണ്ഡിതൻ കൂടിയാണല്ലോ, ഏക സിവിൽ കോഡിൻ്റെ ആവശ്യകത, അതേപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിയെ എന്തിനെതിർക്കണം എന്ന് എന്തുകൊണ്ടാണ് അങ്ങ് തുറന്നെഴുതാത്തത്, തുറന്ന് പ്രസംഗിക്കാത്തത്? ഇല്ല, ഞാൻ എൻ്റെ നിലപാട് അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ വഖഫ് മുനമ്പത്തെ അടിസ്ഥാനമാക്കിയുള്ള വഖഫ് വിഷയത്തിൽ ജനം ടി വിയിൽ തന്നെ ഞാൻ അഭിപ്രായം എന്നോട് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിനെ സംബന്ധിച്ച് ഞാൻ MP ആകുന്നതിന് മുമ്പ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുൻപ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തന്നെ ഒരു നിലപാട് എടുത്തിട്ടുള്ള ആളാണ്. ആ നിലപാട് ഇപ്പോഴും തുടരുകയാണ്. അത് എഴുതാൻ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഞാനത് എഴുതിയിട്ടുമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ വരുത്തുന്ന നിലപാട് മാറ്റമല്ല. അക്കാര്യത്തിൽ ഭരണഘടനയുടെ നിർദ്ദേശത്തിന് അനുസൃതമായി ഏറെക്കാലം മുമ്പ് തന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടാണ് UCCയെ സംബന്ധിച്ചുള്ളത്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും നിയമം ആര് കൊണ്ടുവന്നാലും അത് പാർലമെൻറ്റ് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതല്ല. ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ആ നിയമനിർമ്മാണത്തിന് പ്രാരംഭമായി ആരോഗ്യകരമായ ചർച്ചയും ഭേദഗതികളും എല്ലാം ഉണ്ടാകുകയും വേണം.
അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ മുനമ്പത്ത് നടക്കുന്ന സമരം ന്യായമായ സമരം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ? അതെ, മുനമ്പത്ത് എന്താണ് വളരെ ലളിതമായ കാര്യമല്ലേ. മുനമ്പത്തെ ജനങ്ങൾ അവർ മുസ്ലിങ്ങൾ മാത്രമല്ല, കൂടുതലും ക്രിസ്ത്യാനികളാണ്, കത്തോലിക്കരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവർ അന്ന് ഈ ഫറൂഖ്, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്, ഫറൂഖ് കോളേജ് അന്ന് ഓഫർ ചെയ്ത വിലയ്ക്ക് അവരത് വാങ്ങുകയാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ വില കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ വിൽപ്പന ഇപ്പോൾ ഏകപക്ഷീയമായി, സ്വകാര്യമായി, രഹസ്യമായി അസാധുവാക്കിക്കൊണ്ട് അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് ഇടപെടണം, ജുഡീഷ്യറി ഇടപെടണം, അതിനൊരു പരിഹാരമുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അവർ നടത്തുന്ന സമരം അത് ന്യായമാണ് എന്ന് പറയേണ്ടി വരുന്നത്.